ഹലോ മൈ ഡിയേഴ്സ്. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലത്തെ പണിയെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഇല്ലാത്ത വേദനകളൊന്നും ഉണ്ടാകില്ല. പെയിൻ കില്ലറെ ആശ്രയിക്കുന്നവരാണ് ഏറെപ്പേരും അല്ലെ. അതായത് മുട്ടുവേദന, പാദം വേദന, കൈയും കാലും ഒക്കെ വേദന, പിന്നെ ഷോൾഡർ, പുറം വേദന എന്ന് വേണ്ട, തലവേദന, ഇമാതിരി വേദനകൾ പല തരത്തിലാണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പകലത്തെ പണികളും കാരണം നമ്മുടെ റെസ്റ്റ് ഇല്ലാത്ത നമ്മുടെ ഓവർ സ്ട്രെയിനും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ഈ പെയിൻ, അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പെയിൻ കില്ലർ കഴിച്ച് നമ്മളിതൊന്ന് എന്താ പറയാ ഈ വേദനയൊക്കെ അങ്ങ് താഴ്ത്തും. അപ്പോൾ അതിനേക്കാളും പെയിൻ കില്ലർ അത്ര നല്ലതല്ല, പോസിബിൾ ആണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. കാരണം നമുക്ക് വേറെ തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ പിന്നെ ഈ പെയിൻ കില്ലർ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഉണ്ടാവും. അത് മാത്രമല്ല അതൊരു അഡിക്ഷനായി മാറുകയും ചെയ്യും. പെയിൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇനി വേദന സഹിക്കേണ്ട, വേഗം തന്നെ പെയിൻ കില്ലർ കഴിച്ചേക്കാം എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് അങ്ങനെ ഒരു വേദനയുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ദോഷം ഒന്നും ഇല്ലാത്ത രീതിയിൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൂൾ പാക്ക് ആണ്. ഓക്കെ, കൂൾ പാക്ക് കാണിച്ചു തരാം. ഈ ഒരു അവസ്ഥയിലായിരിക്കും അതിന്റെ ഒരു പാക്കിങ്. ഇതിന്റെ കവറാണ്. ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ച് നല്ല രീതിയിൽ തണുപ്പിക്കാം. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഇത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നത്. അപ്പൊ ഇത് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എവിടെ വേണമെങ്കിലും വെച്ച്, ഇപ്പോൾ കയ്യിലൊക്കെ ആണെങ്കിൽ ഇത് കയ്യിലൊക്കെ മടക്കി ഇങ്ങനെ വെച്ച് യൂസ് ചെയ്യാം. പിന്നെ തലവേദന ആണെങ്കിൽ ഇത് നല്ല തണുപ്പ് കിട്ടും. തലവേദനയ്ക്ക് അതുപോലെ കഴുത്തൊക്കെ എന്താ, കഴുത്തിന്റെ പുറകു സൈഡില് മുതുകത്താണെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഒരു വള്ളി പോലെ എന്തെങ്കിലും വെക്കുവാണെങ്കിൽ അതവിടെ തണുത്തിരുന്നുള്ളൂ. അപ്പൊ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ ശരിക്കും. കാര്യം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ഓടിക്കേറി വരും ഐസ് പാക്ക് ഉണ്ടോ പലപ്പോഴും ഉണ്ടാകാറില്ല. നെക്സ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐസ് ബാഗ് ആണ് കേട്ടോ. കിഴി ഐസ് ബാഗ് എന്ന് പറയും. കിഴി എന്ന് പറഞ്ഞാൽ ഇതൊരു കിഴി രൂപത്തിലാണ് ഇരിക്കുന്നത്. നമ്മള് പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോഴും അതെ, ചൂടുവെള്ളത്തിൽ തോർത്ത് മുക്കിയൊക്കെ ഇങ്ങനെ കിഴി പോലെ ആക്കിയിട്ട് ഇങ്ങനെ വെക്കും അല്ലെ. ഇത് ഐസ് ബാഗ് ആണ്, മീൻസ് ഹോട്ടല്ല. അപ്പോൾ അതിന്റെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇരിക്കും. ഇതിങ്ങനെ തുറന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഐസ് ഇട്ടിട്ട് കറക്കണില്ല, ഐസ് ഇട്ടിട്ട് നമ്മളിങ്ങനെ, അപ്പൊ അത് കിഴി പോലെ ആകും. ഈ ഒരു മെറ്റീരിയൽ കിഴി പോലെ ആകും. എന്നിട്ട് ഇങ്ങനെ ഇത് ശരിക്കും സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നമ്മളിപ്പം എന്തെങ്കിലും എക്സസൈസ് കാര്യങ്ങൾ എല്ലാം ഡെയിലി ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇഞ്ചുറിയോ ചതവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇത് ഭയങ്കരമായിട്ട് ഉപയോഗം ചെയ്യും കേട്ടോ. അത് സൂപ്പർ സാധനമാണ്. കാര്യം ഇത് ട്രാൻസ്പോർട്ടേഷന് ഭയങ്കര ഈസിയാണ്, വളരെ ചെറുതല്ലേ. അപ്പൊ അതാണിത്. ഓർത്തോപെഡിക് ഹീറ്റ് ബെൽറ്റ്, അതായത് ഇനിയിപ്പോ എന്താ പറയാ ഇച്ചിരി കൂടെ ഈസി ആയിട്ട് ചൂട് പിടിക്കണം എന്ന് തോന്നുന്നവർക്ക് ഇച്ചിരി കൂടെ ആ ഒരു ഈസി ആയിട്ടുള്ള സംഭവമാണ് ഓർത്തോപെഡിക് ഹീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ഇരിക്കും. അതായത് കറണ്ടിൽ കൊടുത്തിട്ട് നമ്മൾ ചൂടാക്കിയതിന് ശേഷം ചൂട് പിടിക്കുന്ന സംഭവമാണ് ഇത് ഓർത്തോപെഡിക് ഹീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഇത് ഇച്ചിരി കൂടെ ഈസി ആയിട്ടാണ്, പിന്നെ ഇച്ചിരി വലുതുമാണ്. നമുക്ക് ആ ഒരു രീതിയിൽ ഇത് ഉപയോഗിക്കാം. ഇത് നല്ലതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഉപയോഗമാണ് കേട്ടോ, നല്ല ഉപയോഗമാണ്. പീരീഡ്സ് ടൈമിന് വയറുവേദനയൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഉപയോഗം ചെയ്യും. ഐ മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിക്ക് കിടക്കുമ്പോൾ കണ്ണിന് ഭയങ്കര ഭാരം അനുഭവപ്പെടുക, വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ തോന്നുക, അങ്ങനെയൊക്കെ പല കണ്ണിന്റെ പ്രോബ്ലത്തിനൊക്കെ ഈ ഒരു ഐ മാസ്ക് നല്ലതാണ്. ഇത് നമുക്ക് തണുപ്പിച്ച് കണ്ണിൽ വെച്ചിട്ട് സുഖമായി കിടന്നുറങ്ങാം. നല്ല തണുപ്പിട്ടൊക്കെ റിഫ്രഷ് ആവാൻ, എന്താണ് ഭയങ്കര ഭാരം കുറയ്ക്കാൻ, കണ്ണിന് അത്യാവശ്യം കണ്ണിന്റെ എല്ലാ സംഭവങ്ങൾക്കും അടിപൊളിയാണ്. നെക്സ്റ്റ്, ഇത് സാധാരണ ഹോട്ട് വാട്ടർ ബാഗ് അല്ലെ. നോർമലി എല്ലാവരും ഇത് തന്നെയാണ് കൂടുതലായിട്ട് മേടിക്കാറുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലൊരു അടപ്പുണ്ട്. അത് മാറ്റി കഴിഞ്ഞിട്ട് ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ചൂട് വെക്കാൻ പറ്റുന്ന ഒരു നോർമൽ ഹോട്ട് വാട്ടർ ബാഗാണ് ഇത്. അപ്പോൾ ഇതും ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഇച്ചിരി വലുതാണ് എന്നുള്ള ഒരു ഇതുണ്ട്, കാര്യം ഇത്രയും ഒരു വലിപ്പം ഉണ്ടെന്നുള്ളത്. ഇപ്പം മറ്റേ അല്ലാത്തേക്ക് ചെറുതൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആണല്ലോ. ഹോട്ട് പാക്കും കോൾഡ് പാക്കും ഒക്കെ ആയിട്ട് വേറെ കിട്ടുവാണെങ്കിൽ അത് ഇച്ചിരി ചെറുതായിരിക്കും, നമുക്ക് എല്ലാ സ്ഥലത്തും വെക്കാം. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നടുവിനൊക്കെ വെക്കുകയാണെങ്കിൽ ഇതാണ് കുറച്ചും കൂടെ യൂസ്ഫുൾ വരുന്നത്. കാര്യം ഇത്രയും ഭാഗം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഇതും യൂസ്ഫുൾ ആണ്. എല്ലാം ഓക്കെയാണ്. അപ്പൊ ഇത് പിന്നെ എന്താ പറയാ, ഇതും വലിയ പ്രൈസും കാര്യങ്ങളൊന്നുമില്ല. ഇതും ഈ പറഞ്ഞ പോലെയാണ്, ഒരു 500 താഴെയാണ് ഇതിനും പ്രൈസ്.
ഹലോ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സ്ട്രെയിന് വേദനയൊക്കെ വരുമ്പോൾ ഓടിപ്പോയി ടാബ്ലറ്റ് കഴിക്കുന്നതിന് പകരം നമുക്ക് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് പോരെ വേറെ ടാബ്ലറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ദോഷത്തിലേക്ക് പോകുന്നതിന് നല്ലത് നമുക്ക് ഈ ഒരു അവസ്ഥ ഇതുകൊണ്ട് മാറുവാണെങ്കിൽ അത് ഭയങ്കര ഉപയോഗമല്ലേ. ഇതൊക്കെ തന്നെ ഭയങ്കര വലിയ വിലയൊന്നുള്ള സംഭവമല്ല. ഈ പറഞ്ഞതിൽ ആ ഓർത്തോപെഡിക് ഹീറ്റ് ബെൽറ്റിന് മാത്രം ഒരു 1000 അകത്ത് നിൽക്കും, ബാക്കി എല്ലാം 500 കീഴേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കാം.